ഇന്നലത്തെ കാറ്റിൽ നമ്മുടെ മണിത്തക്കാളി ചരിഞ്ഞു വീണു. രാവിലെ ഞാൻ വന്ന് നോക്കി എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചതെന്ന്. വലിയൊരു കാറ്റ് 2 മണി സമയത്തുണ്ടായിരുന്നു. ഏർലി മോർണിംഗിൽ നല്ല അലേർട്ട് തരുന്നുണ്ടായിരുന്നു വാട്സപ്പിൽ നമുക്ക് എല്ലാവർക്കും അല്ല മെസ്സേജായിട്ട്. ഓക്കെ, പിന്നെ ഇതിലൂടെ ഒരു കാര്യം പഠിച്ചത്, എല്ലാം ഇങ്ങനെ കാറ്റടിച്ചിട്ടൊരു വല്ലാത്തൊരവസ്ഥയിലിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോഴും കാറ്റ് കണ്ടിന്യൂഷനാണ്. എവിടേക്കോ മഴകളൊക്കെ പെയ്യുന്നുണ്ട്. നമ്മളായിരിക്കുന്ന സ്ഥലത്ത് അധികം മഴ പെയ്തില്ല. ഇന്നലെ ഉച്ചയ്ക്ക് കുറച്ച് മഴ പെയ്തു. രാത്രിയിൽ നല്ല മഴ പെയ്തിട്ടുണ്ടെന്നുള്ളതിൻ്റെ കൺഫേം. ഇത് എല്ലായിടത്തും വെള്ളമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വർഷത്തിൽ ഭയങ്കര ഇവിടെ ഫ്ലഡ് ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് അവിടെ അതിരൊക്കെ കോരി വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഫ്ലഡിൽ ഇവിടെ ഒന്നും കാണാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഇപ്പോൾ ടാങ്കർ ലോറിയൊക്കെ പോകുന്ന കാണുന്നല്ലോ. എപ്പോഴും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, എവിടെയെങ്കിലും സ്റ്റക്കാകാതിരിക്കാനായിട്ട്. കോഷൻസ് ഭയങ്കരമാണ് ദുബായിൽ. ഓക്കെ, ഞാൻ ഇതിലൂടെ ഇന്ന് പഠിച്ചൊരു കാര്യം, എനിക്ക് ഈ കാറ്റിലൂടെ പഠിപ്പിച്ചൊരു കാര്യം, ഈ പാവയ്ക്ക ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, ഈ പാവയ്ക്ക ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഈ കാറ്റ് വന്ന് മേളിലെങ്ങാണ്ടിരുന്നാണ് താഴെ വീണപ്പോഴാണ് ഇന്നാണ് ഈ വെള്ളപ്പാവയ്ക്കനെ ഞാൻ കാണുന്നത്. ഇത് നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മളറിയാതെ വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് വേണ്ടി കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ള കൺഫർമേഷനാണ്. തക്ക സമയത്ത് കൊടുങ്കാറ്റ് വരുമ്പോൾ നോക്കിക്കോ, മേളിലിങ്ങനെ ഭയങ്കര ഇരുണ്ട് വരികയാണ് കാർമേഘമൊക്കെ. അപ്പോൾ എത്ര കൊടുങ്കാറ്റുണ്ടായാലും മോശ ഇരുളിലേക്ക് കയറി ചെന്നു, ജനം ഇരുളിനെ വിട്ടുപോയതാണ്. എൻ്റെ 2025 ടെസ്റ്റ് മണിയാണ്. എത്രയോ ജനത്തെ ഞാൻ കണ്ടുമുട്ടി. എല്ലാവർക്കും ഇരുളിനെ പേടിയാണ്, എല്ലാവർക്കും പിടിച്ചു നിൽക്കാൻ ഭയമാണ്. ഒരു എക്സ്റ്റെൻറ്റ് വരെ വരും, അത് കഴിയുമ്പോൾ അവർ ഈ കുരുവികളൊക്കെ ആയിട്ട് പറന്നു പോകും. പക്ഷെ കഴുകൻ പിടിച്ചു നിൽക്കും. എൻ്റെ കൂടെ ഇപ്പോഴുമുള്ള സഹോദരിമാരെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ, നെവർ ഗീവ് അപ്പ്, ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു. ഈ പാവയ്ക്ക പോലെ തന്നെ നമ്മുടെ ഡെസ്റ്റിനേഷൻ നമ്മൾക്ക് വേണ്ടി കരുതുന്ന ദൈവം. ഞാനിത് കണ്ടില്ല, എന്നും വന്ന് ഞാൻ നോക്കും. എൻ്റെ ജോലി ഇവിടെ പുതിയ പാവയ്ക്ക വന്നു നോക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പാവയ്ക്ക നമ്മൾ കണ്ടുവെങ്കിൽ അതിൻ്റെ ദാറ്റ് മീൻസ് ഗോഡ്സ് പ്ലാൻ ഈസ് ഓൾവേസ് ഗുഡ്. എല്ലാം മറിഞ്ഞു വീണ് കിടക്കുകയാണ്. നമ്മുടെ മല്ലിയെല്ലാം മറിഞ്ഞു വീണ് കിടക്കുകയാണ്. കുറേ മല്ലിയൊക്കെ ഞാൻ മാറ്റി വെച്ചു, ഹൈഡ് ചെയ്ത് വെച്ചു മഴയ്ക്ക് മുമ്പ്. ഇവിടെയുണ്ട് കുറച്ച് പേരൊക്കെ. എനിവേ, ഗോഡ്സ് പ്ലാൻ ഈസ് ഓൾവേസ് ഗുഡ്. നമ്മുടെ ചെറിയ മണിത്തക്കാളിയൊക്കെ വളർന്നു വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ തക്കാളിയൊക്കെ വളർന്നു വരുന്നുണ്ട്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. നെവർ ഗീവ് അപ്പ്. ഒരു മുളകിനെ കുറേ പ്രാവശ്യം ഞാൻ വളർന്നു വരുന്തോറും തണ്ട് മുറിച്ച് എത്ര ബ്രാഞ്ചസ് ആണ് നോക്കി. ഒരു 50 ബ്രാഞ്ചസ് എങ്കിലും ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ നമ്മളെ മുറിക്കുമ്പോൾ, 15 വർഷമായിട്ട് എന്നെ മുറിക്കുമ്പോൾ, ആളുകൾ മിണ്ടാതിരിക്കുമ്പോൾ, വിട്ടുപോകുമ്പോൾ, നമ്മളെക്കുറിച്ച് പറയുമ്പോഴൊക്കെ വേദന തോന്നും. പക്ഷേ ഇപ്പോൾ അങ്ങനെയില്ല. നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു. ഓരോ സ്റ്റെപ്പിലും നമ്മളെ പഠിപ്പിക്കുകയാണ്. നെവർ ഗീവ് അപ്പ്. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ.